ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവാറാണ്, തിരുവനന്തപുരത്തുള്ള പൂവാറിലാണ്. അപ്പോൾ ഇവിടെ ഒരു സായാഹ്നം നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ പൂവാറിൽ വന്നിട്ട് അവിടെ ഒരുപാട് ഏജൻസികളുണ്ട്, നമുക്ക് ബോട്ട് കിട്ടുന്ന ഏജൻസീസ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായ ശ്രീജിത്ത് സാറും വൈഫും ഉണ്ട്, ഞാനും ശിഖയും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ആ ബാക്ക് വാട്ടേഴ്സിൽ കൂടെ കയറി നമ്മളുടെ ഇവിടെ പൂവാറിലെ ഇവിടെ കടൽ തീരത്തോട്ട് എത്തിയേക്കാണ് സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളും നല്ല അടിപൊളി പക്ഷികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാത്രം പോയാൽ മതി കേട്ടോ, ഈ പൂവാറിലെത്താൻ സാധിക്കും. അപ്പം റോഡെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ടാർ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് കന്യാകുമാരി പോകുന്ന ആ ഒരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ടാർ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായ ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ സിറ്റിയിൽ നിന്നും ഈ പൂവാറിലോട്ട് എത്താൻ സാധിക്കും. ഞങ്ങൾക്കും ഏകദേശം അത്രയും ടൈമേ എടുത്തുള്ളൂ. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ഞങ്ങൾക്ക് ആക്ച്വലി പുലരി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ബോട്ടിംഗ് അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ആ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ബോട്ടാണ് കേട്ടോ ഈ വരുന്ന ഈ ഒരു സ്പീഡ് ബോട്ട്. ഇതൊരു 7 സീറ്റർ ബോട്ടാണ്. ഇത് കണ്ടോ, ഞാൻ ഈ ബോട്ടിനകത്തോട്ട് കയറി ഉടനെ ഇതിനകത്തൊരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പൂവാർ ബാക്ക് വാട്ടർ വെൽഫെയർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ബോട്ടിങ്ങിൻ്റെ ചാർജസ് ഒക്കെയാണ് ഇവർ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് ഏതെങ്കിലും ഏജൻസി ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് ഏജൻസീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഞങ്ങൾ കൃത്യം എന്താണെങ്കിലും 4:30 തന്നെ ഞങ്ങളുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിറയെ ബോട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഈ നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്നുണ്ട്, നമ്മളുടെ ഡയറക്ഷനിലും നിറയെ ബോട്ട്സ് പോകുന്നുണ്ട്. പല ടൈമിൽ പല പാക്കേജായിട്ടാണ് ഈ ബോട്ടിംഗ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ബോട്ടിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതേ ആദ്യത്തെ ഒരു ഗസ്റ്റിനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളുടെ ആ വൈഡായിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ അതേ ഒരു നാരോ പാസേജിനകത്തോട്ട് കയറുകയാണ്. കണ്ടോ, വളരെ നാരോ ആയിട്ടുള്ള പാസേജാണ്. എതിരെയൊക്കെ ബോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന്. പക്ഷേ ഈ ബോട്ട് ഓടിക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് നല്ല കൺട്രോളാണ് കേട്ടോ. വളരെ ക്ലോസ് ആയിട്ടാണ് ഇവർ പോകുന്നത്, പക്ഷെ കറക്റ്റായിട്ട് മെന്യൂർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പക്ഷി ഇരിപ്പുണ്ട്. ഇത് ക്രെയിൻ ആണെന്നാണ് പറഞ്ഞത്, വൈറ്റ് ക്രെയിൻ. നിറയെ ഇതുപോലത്തെ പല ടൈപ്പ് പക്ഷികളെ ഈ ഫോറസ്റ്റിനകത്ത്, ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിനകത്ത് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ചേറെ പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വിസിറ്റർ ഉണ്ട്. ഇത് പക്ഷേ നമ്മളുടെ നീലപ്പൊന്മാനാണ്, കിങ് ഫിഷർ. അപ്പോൾ ശ്രീജിത്ത് സാറും ശാലിനി മാഡവും ശിഖയൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, കരിക്കൊക്കെ വിൽക്കാനായിട്ട് ഒരാൾ വള്ളത്തിനകത്ത് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ. ഇത് നമ്മുടെ വിഷക്കായല്ലേ, ഒതളങ്ങ എന്ന് പറയുന്ന വിഷക്കായല്ലേ. ആദ്യം ഞാൻ മാങ്ങയാന്നാണ് ധരിച്ചത് ദൂരെ നിന്ന് കണ്ടപ്പോൾ. ഇതിപ്പോൾ ഉച്ച സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ വേലി ഇറക്കമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ വെള്ളം ഇങ്ങനെ താന്ന് കിടക്കുന്നത്. അടുത്ത ഒരു പക്ഷി വന്നിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ കൊക്ക് തന്നെയാണ്, പക്ഷേ അതൊരു ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ടയാണെന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള മാൻഗ്രോവ് ഫോറസ്റ്റ് ഇവിടെ വേറൊരു ഏരിയയിലുണ്ട്, ഇതല്ല വേറൊരെണ്ണമുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പോൾ വേലി ഇറക്കമായതുകൊണ്ട് അവിടെ വെള്ളം ഒരുപാട് താന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രീജിത്ത് സാർ ഒരു 2 മാസം മുന്നേ പോയിരുന്നു. സാർ എടുത്ത ഒരു വിഷ്വൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. ഇത് കണ്ടോ, ഇതാണ് മറ്റേ പാസേജിൽ കൂടെ പോകുമ്പോൾ 2 പാസേജ് ഉണ്ട്. പക്ഷേ ഈ പാസേജിൽ ഇപ്പോൾ വെള്ളം കുറവായിപ്പോയി. സാറ് പോയ സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. സാർ നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ടല്ലേ? ശ്രീജിത്ത് സാറേ, ഒരു ബിഗ് താങ്ക് യു ഫോർ ദ ലവ്ലി ഫുട്ടേജ്.
ഇതും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പക്ഷി തന്നെയാണ്, പക്ഷെ ഇതിന്റെ പേര് ചെറുമുണ്ടി എന്ന് പറയും, ഈഗ്രറ്റ്. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്പൺ ബിൽ സ്റ്റോക്ക് തന്നെയാണ്. ഇവൻ ആള് ചെറുതാണെങ്കിൽ ഇവൻ ആളൊരു ചിമിട്ടനാണ് കേട്ടോ. കിന്നരി നീർക്കാക്കയെന്ന് പറയത്തില്ലേ, ബ്ലാക്ക് കോമറന്റ്, അവനാണ് ഐറ്റം. അവൻ ചിറകൊക്കെ വിരിച്ചിരിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടി പോസ് ചെയ്തിരിക്കുന്ന പോലെയുണ്ട്. കുറേ നേരം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ചിറകും വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഈ വേലിയിറക്കം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുപാട് പക്ഷികളെ നമുക്കിങ്ങനെ ഈ കരയ്ക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. കാര്യം അതിങ്ങനെ ഈ ചെറിയ ഞണ്ടിനെയും അതുപോലെ ചെറു മീനുകളെയൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ ബോട്ടിംഗ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ആലപ്പി, കുമരകം അതുപോലെ കൊല്ലം സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പോകുന്നതെന്ന്. പക്ഷേ ഇവിടെ ഓടുന്ന ഈ ബോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നിറയെ ഭയങ്കരമായിട്ട് ഇവിടെ ഈ ഒരു ബോട്ടിംഗ് ടൂറിസം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ കാണാനും നല്ല രസമാണ് ഈ വഴിയിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ ഈ കുമരകം അല്ലെങ്കിൽ കുട്ടനാടൻ സൈഡിൽ കൂടെയൊക്കെ പോകുന്ന പോലെ ഇത് വേറൊരു ഭംഗിയാണ് ഇതുവഴി പോകുമ്പോൾ. അവിടെ കൂടുതലും ഹൗസ് ബോട്ടുകളാണെങ്കിൽ ഇവിടെ കൂടുതലും സ്പീഡ് ബോട്ടുകളാണ് പോകുന്നത്, ചെറിയ ബോട്ടുകളാണ്. കാര്യം ഈ പോകുന്ന ആ ഒരു പാസേജും വളരെ നാരോ ആണല്ലോ. അപ്പോൾ ഇവർ ഈ ചെറിയ സ്പീഡ് ബോട്ട്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ എസ്റ്റുവറി സരോവർ പോർട്ടിക്കോ, അവരുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. കണ്ടോ, ശരിക്കും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബോട്ടിംഗ്. എൻ്റെ ക്യാമറ എങ്ങോട്ട് വെച്ചാലും നല്ല സൂപ്പർ ഫ്രെയിംസ് ആണ്. നമ്മൾ കണ്ട ബേർഡ്സ് തന്നെ വീണ്ടും വീണ്ടും പല സ്ഥലത്തും കാണുന്നുണ്ട്, ആ ടൈപ്പിലുള്ള ബേർഡ്സ്. കൂടുതലായിട്ട് ഞാൻ അതുകൊണ്ടാണത് പിന്നീട് കാണിക്കാത്തത്. കാര്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്കിത് ഷൂട്ട് ചെയ്തിട്ട് മതി വരുന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. പല ടൈപ്പ് ബേർഡ്സിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ സാധിക്കും. ഞങ്ങൾ 4 പേരും ശരിക്കും പറഞ്ഞാൽ ഈ വൈകുന്നേരത്തെ ഈ ഒരു ബോട്ടിംഗ് ഉണ്ടല്ലോ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാര്യം ഈ ഒരു ടൈമിലാണ് നമുക്ക് ആ സൺലൈറ്റ് കറക്റ്റായിട്ട് വീഴുമ്പം ഈ ഗ്രീനറി ആണെങ്കിലും വെള്ളത്തിൻ്റെ ഭംഗിയെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ക്രൗഡഡ് ആണ് ഈ പാസേജ്, കണ്ടോ. അതായത് ഇവിടെ പല ടൈമിലാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ മുതൽ ഫുൾ ഡേ എടുക്കുന്ന പാക്കേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരുന്നവർ. അപ്പോൾ ഈ രാവിലെയും അതുപോലെ ഉച്ചയ്ക്കുമൊക്കെ പോയിട്ടുള്ള ആൾക്കാർ തിരികെ വരുന്ന ഈ ഒരു റഷാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസം ഭയങ്കരമായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഗോഗോ ലാൻഡ് റിസോർട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ, ഈ വൈകുന്നേരത്തെ ഈ വെയിലൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തെങ്ങെല്ലാം നിൽക്കുന്നത് നോക്കി, ആ വെള്ളത്തിൻ്റെ സൈഡിൽ എന്ത് കളർഫുള്ളാണെന്ന് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. ശരിക്കും കറക്റ്റായിട്ട് ആ ടൂറിസം ഡെവലപ്പ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ ഒരു ഭംഗി തന്നെയാണ്. നമുക്ക് ആ കുട്ടനാടൻ സൈഡിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് പോലെ മറ്റൊരു അടിപൊളി ഭംഗിയാണ്, നേച്ചറിൻ്റെ ആ ഒരു ഭംഗിയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ കുറേ ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ അവസാനം നമ്മളിങ്ങനെ പൊഴിക്കരയിലോട്ട് എത്തുകയാണ്. സൺസെറ്റ് ആവാറാകുന്നുണ്ട്, ടൈമുണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഇതിൻ്റെ തീരത്ത് തന്നെ ഒരു കുരിശടി, അവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്, കണ്ടോ. മാതാവിൻ്റെ നല്ല ഭംഗിയുള്ള രൂപം അല്ലേ. പൂവാർ ഐലൻഡ് റിസോർട്ടിന്റെ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. കണ്ടോ, സൂര്യൻ അങ്ങനെ അസ്തമിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജിറ്റേറിയനും ഉണ്ട്.
ഇതൊരു എലിഫന്റ് റോക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആന ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നുന്നില്ലേ? സൺസെറ്റിന് മുന്നേ നമുക്ക് എന്തായാലും ബീച്ചിൽ ഇറങ്ങണം കേട്ടോ. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബോട്ട് ഓടിക്കുന്ന തൗഫീഖിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തോട്ട് വണ്ടി ഒതുക്കി തന്നു. അപ്പോൾ അവരപ്പം തന്നെ ഒരു മെനു കാർഡ് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഓർഡേഴ്സ് എടുത്തു. ഞങ്ങൾ 1-2 സ്നാക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ ഡിഷസ് റെഡിയാക്കി വെച്ചേക്കാന്നാണ് പറഞ്ഞത്. അതും ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ബോട്ടിൻ്റെ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അവർ നമ്മൾ പറയുന്നതനുസരിച്ച് അവരവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ആ ബീച്ച് സൈഡിലോട്ട് പോവാം. കണ്ടോ ആ പൊഴി മുറിഞ്ഞു കിടക്കുന്നത് കണ്ടോ? ഇത് ആക്ച്വലി മുറിച്ചു വിട്ടതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് JCB കൊണ്ടുവന്നിട്ട് ആ പൊഴി മുറിച്ചു വിട്ടേക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബീച്ചിലോട്ടൊന്ന് ഇറങ്ങാം. ബീച്ചിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നിറയെ കരിക്കുകൾ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്രൗഡുണ്ട് കേട്ടോ. അങ്ങനെ ഓവർ ക്രൗഡൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം ക്രൗഡുണ്ട്. എനിക്ക് തോന്നി എല്ലാ ആൾക്കാരും ഇങ്ങനെ ഓരോ ബോട്ടിൽ വന്നേക്കുന്നതാണ്. ഒരുപാട് നാളായി ഞാനിങ്ങനെ ഈ പട്ടം പറത്തിയിട്ടും അതുപോലെ ഈ പട്ടം പറത്തുന്നത് കണ്ടിട്ടും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിറയെ പട്ടം പറത്തുമായിരുന്നു. വൈകുന്നേരം ഇതിലേ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ആ വെയിലിങ്ങനെ താഴ്ന്നു വരുമ്പോഴേ അത് നല്ലൊരു ഭംഗിയാണ്. ശരിക്കും ബീച്ച് സൈഡിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. കണ്ടോ, ഏകദേശം സൺസെറ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും അത് ഭയങ്കരം തന്നെയാണ് അല്ലേ? ഈ സൺസെറ്റ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൺറൈസ് അതുപോലെ സൺസെറ്റ്. സൺറൈസ് പിന്നെ നമുക്കിവിടെ നിയറസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ കന്യാകുമാരി പോകണം. പക്ഷെ അതുപോലെ സൺസെറ്റ് ആ സമയത്തുള്ള ആ ഒരു ആകാശത്തിൻ്റെ ആ ഒരു കളറും എല്ലാം ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ സൺസെറ്റ് ആയി കഴിഞ്ഞു. ഇനി അത് താഴത്തേക്ക് പോകുന്നത് ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിലിരുന്ന് കണ്ടു. അപ്പോഴത്തേക്ക് നമ്മളുടെ സ്നാക്സ് വന്നു. ഒരു പ്ലേറ്റ് കൂന്തൽ ഫ്രൈ, അതുപോലെ ഒരു പ്ലേറ്റ് ചിക്കൻ 65. വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ എല്ലാവർക്കും ഓരോ ലൈം ടീയും കൂടെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. എനിക്ക് ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര ആരംഭിച്ച്. അപ്പോഴത്തേക്ക് നേരം നല്ലതുപോലെ ഇരുട്ടി തുടങ്ങി. കണ്ടോ, ഇപ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞു. നമ്മളുടെ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന തൗഫീഖിന് ഇതുവഴി സ്ഥിരം പോകുന്നത് കൊണ്ട് അവർക്ക് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹമാണ് മുസാഫിർ, ഈ പുലരി ബാക്ക് വാട്ടേഴ്സിൻ്റെ ഓണറാണ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യുവാണ്, നിങ്ങൾക്ക് 100% ടോട്ടൽ എൻ്റർടൈൻമെൻറ്റിൽ പോയിട്ട് വരാം. ഇതിനകത്ത് വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വളരെ സേഫായിട്ട് നിങ്ങളെ ബീച്ച് സൈഡിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അത് ഡേ പാക്കേജ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഡേ പാക്കേജ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടോ വൈകുന്നേരം പോയിട്ട് വരാം. വിത്ത് റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അപ്പം കംപ്ലീറ്റ് ഒരു ടോട്ടൽ പാക്കേജായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് തൗഫീഖാണ്, നമ്മളെ ഇപ്പോൾ ബോട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയ തൗഫീഖാണ്. പുലരി ബാക്ക് വാട്ടേഴ്സ്. ഇപ്പോൾ പുലരി ബാക്ക് വാട്ടേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോയി നമ്മളെ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. അതല്ല നല്ല കാമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എൻജോയ്മെൻറ്റ്, അതിൻ്റെ കംപ്ലീറ്റ് 100% ആ എൻജോയ്മെൻറ്റിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ സമയം ഏകദേശം 7:15. നല്ല രാത്രിയാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നത്. അതൊരു അഡ്വഞ്ചറസ് ആയിരുന്നു. കുറച്ച് നമ്മളെ ലൈറ്റൊന്നും ഇല്ലാതെ അത് തൗഫീഖ് വളരെ കൃത്യമായിട്ട് നമ്മളെ മാന്യൂവർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് വരരുത്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് ഇതിൻ്റെ ഓണറിൻ്റെ. അപ്പോൾ അദ്ദേഹമായിട്ട് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ റേറ്റ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ റൂംസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോ? ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ 4 പേരും ആ ബോട്ടിങ്ങും എൻജോയ് ചെയ്തു. വരുന്ന വഴിയിൽ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ടൈപ്പ് ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പൊഴിയൊക്കെ കട്ടായി കിടക്കുകയാണ്, അതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിച്ചു.
ഇവിടെ ബീച്ച് സൈഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഇവിടെ വന്നിരുന്ന് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് സൺസെറ്റ് എല്ലാം കണ്ടു. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.